വലിയ വായിലുള്ള വർത്തമാനങ്ങൾ മാത്രമാണ് ചുറ്റിലും ഇതുവരെ കേട്ടത്. കളത്തിൽ പാകിസ്ഥാൻ വട്ടപൂജ്യമാണെന്ന് ചാമ്പ്യൻസ് ട്രോഫിയിലെ അവരുടെ ആദ്യ 2 പ്രകടനങ്ങൾ അടിവരയിട്ടിരുന്നു. ആറ്റുനോറ്റ് ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇവർക്ക് സ്വന്തം മണ്ണിൽ ഒരു ICC ട്രോഫിക്ക് ആതിഥേയരാകാൻ അവസരം കിട്ടിയത്. തുടരെ 2 കളികളും തോറ്റ ആ ടൂർണമെന്റിൽ നിന്നും പുറത്താകുന്ന ആദ്യ ടീം എന്ന നാണക്കേടിന്റെ ഭാരമാണ് ഇപ്പോൾ ടീമിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത്. മുഹമ്മദ് റിസ്വാനും സംഘവും സെമിയിലെത്തിയാൽ അതായിരിക്കും അത്ഭുതം. ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനോടും 2ാം കളിയിൽ ഇന്ത്യയോടും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു പ്രകടനവും പാക് താരങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ലായിരുന്നു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത അവർ എത്ര മെല്ലെ പോകാവോ അത്രയും ഇഴഞ്ഞാണ് ബാറ്റിംഗ് നടത്തിയത്. ഓപ്പണിംഗില് ബാബർ അസ് ഇമാം ഉൽ ഹബ് സഖ്യം 41 റൺസ് ചേർത്തു. പിന്നാലെ ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാനും സൗദ് ഷക്കീലും ചേർന്ന് 104 റൺസിന്റെ സെഞ്ചുറി കൂട്ടുകെട്ടും ഉയർത്തി. പക്ഷേ മെല്ലെപ്പോക്കിലൂടെയാണ് ഈ കൂട്ടുകെട്ടുകൾ വന്നത്. പിന്നാലെ എത്തിയ മറ്റ് ബാറ്റർമാരും സമാന താളത്തിൽ തന്നെ പോയതോടെ വെറും 241 റൺസിൽ അവർ ഒതുങ്ങി. കളിയുടെ സമസ്ത മേഖലയിലും അവർ പിന്നിലായിരുന്നു. പ്രത്യേകിച്ച് അവസാനമാകുമ്പോഴേക്കും അവർ പൂർണ്ണമായി തന്നെ കളി കൈവിട്ട അവസ്ഥയിലായിരുന്നു. ഇന്ത്യൻ ബൗളർമാർ പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയെ ആദ്യം വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചപ്പോൾ ഇന്ത്യൻ ബാറ്റർമാർ പാക് ബൗളിംഗ് നിരയെ അനായാസം നേരിടുന്ന കാഴ്ചയായിരുന്നു.